സ്വഹ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലവഴിക്കുന്ന ദീനാറുകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ദീനാറിനാണ് പ്രതിഫലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ദാനങ്ങൾ, അതായത് ആ പൈസ, ക്യാഷ്, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പുണ്യമാണ്. നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ് താൻ ചിലവ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ വളരെ പുണ്യമായ കാര്യമാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാം, സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമ ഖൈറുൻ എന്ന് പറയുന്നതിനകത്ത് പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ അറിയുന്നവനും അറിയാത്തവനും നിങ്ങൾ സലാം പറയുക എന്ന്. അപ്പോൾ ഒരാൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് വളരെയധികം പുണ്യകരമായ കാര്യമാണ്. ഈ ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ക്യാഷ് കൊടുത്ത് ആഹാരം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ പൈസ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, വിധവകളെയും അഗതികളെയും ഒക്കെ സഹായിക്കുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ പുണ്യകരമായ കാര്യമാണ്. അപ്പം നമ്മൾ ഓരോ ദിനവും ഓരോ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോട് കൂടെ തന്നെ പാവപ്പെട്ടവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവനൊരു ദീനാറെങ്കിലും ചെലവഴിച്ചാൽ, അന്നത്തെ ദീനാറെന്ന് പറഞ്ഞാൽ അവിടുത്തെ കാലഘട്ടത്തിൽ, ഇന്ന് നമുക്കൊരു 10 രൂപയെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് തരുന്നത്. നമുക്കാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ റബ്ബിൻ്റെ നാളത്തേക്കുള്ള പ്രതിഫലം, ആഖിറത്തിലേക്കുള്ള പ്രതിഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനങ്ങൾ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞിട്ട് പലവട്ടം നമ്മൾ പറയുന്നതാണ്. ആ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അവനെങ്ങനെയുള്ളവനാണ്, അവനിങ്ങനെയുള്ളവനാണ്, അവൻ അവകാശമുള്ളവനാണോ, അവൻ അവകാശമില്ലാത്തവനാണോ എന്നൊക്കെ ചിന്തിച്ച് പലരും എന്ത് ചെയ്യണം, ഈ ദാനം കൊടുക്കുന്നതിന് പിന്നിലേക്കാക്കണം. കാരണം യഥാർത്ഥത്തിൽ അവൻ അർഹതപ്പെട്ടവനായിരിക്കും. ബാഹ്യമായ രീതിയിൽ അവന് സാമ്പത്തികമുണ്ട്, അവൻ്റെ വീടൊക്കെ കാണുമ്പോൾ അവന് സാമ്പത്തികമുണ്ട് എന്നുള്ള തോന്നലായിരിക്കും, പക്ഷേ അവനധികം സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടില്ല അവൻ്റെ വീട്ടിൽ. അതുപോലെ തന്നെ അയൽക്കാർ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പുറത്തേക്ക് ഇറങ്ങാൻ അല്പം പാടാണ്. അത് ചിലവഴിക്കത്തില്ല, കാരണം എല്ലാം കൊണ്ട് തികയത്തില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ ചിലവഴിക്കാൻ സഹോദരന്മാരെ, നമുക്കൊരു 100 രൂപയുണ്ടെങ്കിൽ 90 രൂപയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടൊരു 10 രൂപ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ ഞാൻ പറയുന്നതല്ല, ഇത് ഹദീസുകൾ കൊണ്ട് വ്യക്തമായ തെളിവുകളുണ്ടായിട്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള സ്വാലിഹായ അമലുകളാണ്. അപ്പോൾ സ്വാലിഹായ അമലുകളിൽ പെട്ടതാണ് ദാനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ദാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാകണം. ദാനം ചെയ്യുന്ന കൈക്കാണ് പ്രതിഫലം കൂടുതലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ കൈക്ക് എന്നും പ്രതിഫലമുണ്ട്. ആ കൊടുക്കുന്ന കൈക്ക് വളരെയധികം പുണ്യമാണ്. അപ്പോൾ നമ്മുടെ നെയ്യത്ത് എന്തായിരിക്കണം? പടച്ചവനെ, ഒരു പാവപ്പെട്ടവനാണ്, ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾക്ക് പ്രാധാന്യം കൂടും ഒരു വിശ്വാസിക്ക് കൊടുക്കുന്നത്. പക്ഷെ മറ്റുള്ളവരെയും നമ്മൾ പരിഗണിക്കണം. മറ്റുള്ളവരും അവർ മനുഷ്യ ജീവിതങ്ങളാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ദാനം കൊണ്ട് അവർക്ക് ഹിദായത്ത് ലഭിക്കുവാൻ കാരണം ആകാം. നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ഒരു അവിശ്വാസിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ആ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തൗഹീദിലേക്ക് വരാനും സന്മാർഗം സ്വീകരിക്കാനും ചിലപ്പോൾ അതുവഴി പ്രേരകമാകാം. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ചിലർ വരില്ല, ചിലരങ്ങനെയാണ്. അത് അല്ലാഹു തആല തീരുമാനിക്കണം. എത്രയധികം മറ്റുള്ളവർക്ക് കൊടുത്താൽ എങ്ങനെയെങ്കിലും ഇസ്ലാമിൻ്റെ പണം തട്ടിയെടുക്കാം, അല്ലെങ്കിൽ അവനെ പറ്റിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ അല്ലാഹു തആല പിന്നീട് എന്ത് ചെയ്യും? അവരെ കയ്യിൽ നിന്ന് അത് തന്നെ മേടിക്കും. അത് അല്ലാഹു തആല വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ഈസി ആയിട്ട് സാധിക്കും. അപ്പം നമുക്ക് ആ നീയത്ത് പ്രശ്നമല്ല, നമ്മൾ അങ്ങനെ ഒരു നീയത്തിൽ വെക്കണ്ട. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ദാനം, അത് ആരായിക്കൊള്ളട്ടെ, മുസ്ലിം ആയിട്ടുള്ള മുസ്ലിം ആയിക്കൊള്ളട്ടെ, ആർക്കാണേലും നമ്മൾ കൊടുക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹുവാണ് തരുന്നത്. കാരണം അതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ വളരെയധികം, പള്ളികൾ വളരെയായിട്ട് ഇങ്ങനെ കെട്ടി കൂക്കിട്ടു ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരികയാണ്. വലിയ സഹോദരന്മാരെ, പള്ളികൾ പണിയണം, പള്ളികൾക്ക് ദാനങ്ങൾ കൊടുക്കണം, നല്ലത് തന്നെയാണ്.
ഒരു മഹല്ലത്തിൽ നിസ്കരിക്കാൻ ഉതകുന്ന രീതിയിൽ, ആളുകൾ ഉതകുന്ന രീതിയിൽ, അതായത് ജനങ്ങൾ കൂടുമ്പോൾ ആ പള്ളിയിൽ നിസ്കരിക്കാൻ സ്ഥലമില്ലാതെ വരുമ്പോൾ ആ പള്ളി വികസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൂടുതൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പള്ളി വികസിപ്പിക്കുമ്പോൾ നമ്മളതിന് പണം കൊടുക്കുകയാണ്, അതിന് പ്രതിഫലം നമ്മൾ തരും. പക്ഷെ ആവശ്യമില്ലാത്ത പള്ളികൾ സ്ഥലം ഉണ്ടാഞ്ഞിട്ടും അത് പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ വീട് മോഡിഫിക്കേഷൻ ചെയ്ത് അള്ളാഹുവിൻ്റെ പള്ളി, ഭൂമി അള്ളാഹുവിൻ്റെ മുസല്ലയാണ്. സഹോദരന്മാരെ, എവിടെ വേണമെങ്കിലും നിസ്കരിക്കുക. പാവപ്പെട്ടവൻ അപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ പള്ളി മോഡിഫിക്കേഷൻ ചെയ്യുകയാണ്, അവിടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കരയാനായി, യതീംകളായ മക്കൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി യാചിക്കുന്നു. വിധവകൾ, പണി പോലും എടുക്കാൻ പറ്റാതെ വിധവകളായ സ്ത്രീകൾ, ഇസ്ലാമിനെ ഭയന്നുകൊണ്ട് പുറത്തു പോലും പോകാത്ത എത്ര സ്ത്രീകളുണ്ട്. അവരെ സംരക്ഷിക്കാൻ ഇവിടെ ആളുകളില്ല. ഇപ്പോഴത്തെ വിധവകളുടെ കാര്യങ്ങൾ 100-80% വിധവകളും മരിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അവരെ ഇറങ്ങുകയാണ്. അവരിറങ്ങി അവരുടെ തോന്നുവാസം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള വിധവകളല്ല. ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കുന്ന, ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന വിധവകൾക്ക് പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പോലെയാണ് സഹോദരന്മാരെ. അപ്പം അതുകൊണ്ട് അത്തരണത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി അന്വേഷിച്ച് കൊടുക്കുക. അതുപോലെ പട്ടിണി, പാപങ്ങൾ, ദരിദ്ര, മിസ്കീൻ, ഈ മിസ്കീനൊക്കെ ആഹാരം കൊടുക്കുന്നത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്. ഇപ്പോൾ ചിന്തിക്കണം, എന്താ അവൻ അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഒന്നും അറിയാതെയാണ് ഈ കിടന്ന് പുലമ്പുന്നത്. അവനെക്കുറിച്ച് മനസ്സിലാക്കാതെയോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പൈസ ഒന്നും കൊടുത്ത് കളയല്ലേ കേട്ടാ. ഏതോ ഒരാൾ പറഞ്ഞു, നമ്മൾ അന്വേഷിച്ചിട്ട് വേണം പൈസ കൊടുക്കാൻ. നമ്മുടെ മുതൽ ചീത്തയായ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് കള്ളു കുടിക്കാനും വ്യഭിചാരിക്കും, അതുപോലെ പലിശ കൊടുക്കുന്നവനൊക്കെ പൈസ കൊടുത്തുകൊണ്ടുള്ള കാര്യമാണ് ഈ ചർച്ച ചെയ്യുന്നത്. എല്ലാത്തിനും അവലംബനം ഹദീസുകളിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ട. ഹൈറിനെ തടയുന്നവൻ നരകത്തിലാണെന്നാണ് പറയുന്നത്. ഹൈറായ പ്രവർത്തനത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങുമ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് തടയുന്നവനാണ് അവൻ നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ മന്നാഉൽ ഖൈർ മുഅ്തദിൽ അസീർ എന്ന് പറഞ്ഞൊരു ആയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ മന്നാഉൽ ഖൈർ എന്ന് പറഞ്ഞാൽ മുഅ്തദി മുരീദ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സൂറത്ത് ഖാഫിനകത്താണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഹൈറിനെ തടയുന്നവന് നരകത്തിലാണ്. എന്തായാലും സഹോദരന്മാരെ, നമ്മൾ ഈ ദാനധർമ്മങ്ങളെ കൊണ്ട് ശീലിക്കുക. ഒരു ദിവസം 1 ദിനാർ അല്ലെങ്കിൽ 1 രൂപ, ഒരു 10 രൂപ നമ്മുടെ അടുത്തുള്ളവനെ കൊടുക്കുകയാണെങ്കിൽ, ഒരു ചായ വാങ്ങിച്ചു കൊടുത്ത് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രതിഫലം തരും. നമ്മുടെ ഹൃദയത്തിന് സമാധാനം, അതുപോലെ നാളെ ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാണ്. നമുക്ക് ദാനധർമ്മങ്ങളെക്കുറിച്ചുള്ള ഹദീസുകളൊക്കെ ഒത്തിരിയുണ്ട്. നമ്മളത് മനസ്സിലാക്കി നമ്മുടെ കൈ ചിലവഴിക്കുന്ന കൈകളിലാകാൻ നമ്മൾ ശ്രമിക്കണം. നാഥൻ നല്ല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.